വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. റാഗി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനായി ഒരു ബൗളിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് റാഗി പൗഡർ കട്ടയൊന്നും കൂടാതെ തന്നെ നന്നായി ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു ഗ്ലാസ് അളവിൽ പാലും ഒരു ക്യാരറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ നന്നായി തിളപ്പിച്ചതിന് ശേഷം തണുത്തതിന് ശേഷമാണ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആൽമണ്ട് മിൽക്കും യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ നമുക്ക് കുക്ക് ചെയ്തും ചേർത്ത് കൊടുക്കാം, അല്ലാതെ ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇവിടെ ഞാൻ 1/4 ഭാഗം ക്യാരറ്റാണ് എടുക്കുന്നത്. അത് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് റാഗി കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് നന്നായി ചൂടായതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് റാഗി മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി മിക്സ് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ റാഗി പെട്ടെന്ന് അല്ലെങ്കിൽ കട്ടയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതിനൊരു 5-6 മിനിറ്റ് സമയം മാത്രമേ കുക്കിങ്ങിനായിട്ട് ആവശ്യമുള്ളൂ. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണിയാനായി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് തണുത്ത ശേഷം റാഗി മിക്സ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് പാലാണ്. പാൽ ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ മധുരത്തിന് വേണ്ടി ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ഡേറ്റ്സ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് പകരം ഒന്നുകിൽ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മധുരമൊന്നും ചേർക്കാതെ തന്നെ ഈ ജ്യൂസിന് ക്യാരറ്റിൻ്റെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.